ഈ അവഗണനകൾ കൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്ര ധൈര്യവും തൻ്റെയും എൻ്റെ ലൈഫിൽ വന്നത്. അപ്പം അത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ വളരെയധികം സന്തോഷത്തോടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഒരു 10 വോട്ടിനെങ്കിലും ആളൊന്ന് ജയിച്ച് കിട്ടിയാൽ മതി എന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു വഴി തെളിച്ച് തന്നൊരാൾ തന്നെയാണ് സുരേഷ് ഗോപി സാറ്. എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. ഒരു പോലീസ് വണ്ടി ഇങ്ങനെ അടുത്തേക്കൂടെ പോകണം കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. എവിടെ ചെന്നാലും നമുക്ക് പറയാം ഞാൻ മെട്രോയിൽ ജീവനക്കാരിയാണ് എന്ന് പറയാം. നമ്മളെ അവിടെ എടുക്കുമെന്നല്ലാതെ നിലനിർത്തണമെന്ന് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥർക്കും താല്പര്യവുമില്ല. പിന്നെ മരിച്ചാലും ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് കരുതി നിൽക്കുന്ന 3-4 പേരെ കണ്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. തോൽവികൾക്ക് വിധിയെ പഴിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെ നേരിട്ട ഉറച്ച മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൻ ഓട്ടോ ഡ്രൈവറായ അന്ന. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ എന്നൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. എന്താണ് ആ ഒരു നിമിഷത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ ഒരു തൊഴിൽ കണ്ടെത്തിയപ്പോഴും പൊതുസമൂഹത്തിൽ നിന്നുമുള്ളൊരു ചേർത്ത് നിർത്തലിൽ ഒരുപാട് സന്തോഷം. എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പം ഇങ്ങനത്തെ ഒരു തൊഴിലായിട്ട് ഞാൻ ആദ്യം ഇറങ്ങുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഒരു ട്രാൻസ് വുമൺ ഓട്ടോക്കാരിയാണെന്ന് എനിക്കറിയുന്നുണ്ടായില്ല. പിന്നീട് ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച വന്നപ്പോൾ ട്രാൻസ് മെൻസ് ഉണ്ട്, ട്രാൻസ് വുമൺസ് ഞാനാണ് എന്ന് വന്നു. പിന്നെ ഇത്ര ഇങ്ങനെ വന്നപ്പോൾ പൊതുജനങ്ങൾ അറിഞ്ഞപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ വരെയും എനിക്കൊരു പേടിയായിരുന്നു. ഞാൻ ട്രാൻസ് ആണെന്ന് കുറേ പേർക്ക് അറിയില്ലായിരുന്നു. പിന്നെ അറിയുമ്പോൾ അവർക്ക് നമ്മളോട് വലിയ ദേഷ്യമായിരിക്കുന്നു. പക്ഷേ അറിഞ്ഞപ്പോഴും ആളുകൾ നല്ല രീതിയിൽ ചേർത്ത് നിർത്തുകയും അല്ലെങ്കിൽ ഇത്രയും നാളും ഉണ്ടായിരുന്നൊരു അവഗണന ഇല്ലാത്ത രീതിയിൽ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതുമായിട്ട്. മറ്റുള്ളവരിൽ നിന്ന് നല്ലൊരു റെസ്പോൺസാണ് കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതിന് മുൻപത്തെ ഒരു കാലം എങ്ങനെയാണ് ഈ ഓട്ടോ എന്നൊരു ആശയത്തിലേക്ക് വന്നത്? ഇതിന് മുന്നത്തെ ഒരു കാലം വീട് വിട്ട് പോരുമ്പോൾ എല്ലാ ട്രാൻസ് വുമൺസും അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാനും അനുഭവിച്ച് തന്നെയാണ് വന്നത്. ഒരുപാട് അവഗണനകളും ഒരുപാട് മാറ്റി നിർത്തലുകളും എല്ലാം സഹിച്ച് നമുക്ക് ഈ ലൈഫേ വേണ്ട, ഇങ്ങനത്തെ ലൈഫ് തിരഞ്ഞെടുക്കണ്ടായിരുന്നു എന്ന് വരെ നമുക്ക് തോന്നിയ ഒരുപാട് നിമിഷങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ഫൈറ്റ് ചെയ്തും കുറേയൊക്കെ സങ്കടപ്പെട്ടും കുറേ കരഞ്ഞും ഒക്കെ ആയിട്ട് നിലവിൽ ഇവിടം വരെ എത്തി. പിന്നെ സ്വന്തമായിട്ടൊരു തൊഴിൽ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടി ഓടിക്കാൻ എനിക്ക് അറിയായിരുന്നു നേരത്തെ മുതൽ. അപ്പോൾ ഓട്ടോയാണെങ്കിൽ നമുക്ക് വേറെ ആരോടും ഒരു സ്ഥാപനത്തിൽ പോയി എന്നാൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ലീവ് കിട്ടിയെന്നിരിക്കില്ല. നമുക്ക് നമ്മുടേതായ കുറേ പ്രശ്നങ്ങളും ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ സ്വന്തമായിട്ടൊരു തൊഴിൽ ഓട്ടോ എനിക്ക് നേരത്തെ മുതൽ ഓട്ടോ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. ഓട്ടോ ഷോ ഓടിക്കുവാണെങ്കിൽ നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളും നടക്കും, നമുക്ക് അത്യാവശ്യം ഇങ്ങോട്ട് പോകാനും വരാനൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കും, ജീവിച്ചും പോകാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പൊതുവെ ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നൊരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ ഫീൽഡ് അല്ലെങ്കിൽ ഫാഷൻ അല്ലെങ്കിൽ സിനിമ അങ്ങനെയാണല്ലോ. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലയാണ് തിരഞ്ഞെടുത്തത്. എന്തായിരുന്നു അതിന് പിന്നിലുള്ള അതിന് പിന്നിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ പല കൂട്ടുകാരികളും ഫാഷൻ ഷോയ്ക്ക് പോവും, അതിൻ്റെ പുറകെ ചുമ്മാ നടക്കും. പക്ഷേ അതിലൊന്നും ഒരു ലൈഫ് ജീവിതത്തിലേക്ക് നിലവിലൊന്നും എത്തുന്നില്ല. അത് ഏതെങ്കിലും ഒരു കമ്പനി വിളിക്കും, അവിടെ പോകും, പിന്നെ വരും. പിന്നെ ഇപ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ട് അത് വെറുതെ നമ്മുടെ സമയം കളയും, കുറച്ച് പൈസ പോവും, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടപ്പല്ലാതെ വേറെ ഒരു കാര്യമില്ല എന്ന്. എനിക്ക് എന്തായാലും ഒരു തൊഴിൽ കണ്ടെത്തുമ്പോൾ അത് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡ് കണ്ടെത്തിയത്. ഇപ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ് കമ്മ്യൂണിറ്റി എല്ലാ ഭാഗത്തുനിന്നും. പല സ്ഥലത്തുനിന്നും എന്നെ വിളിക്കും. ചില നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ വരുമ്പോൾ തന്നെ കമൻറ്റുകളെല്ലാം ബാഡ് കമൻറ്റാണ് മോളെ, പക്ഷേ ഈ ഒരു മേഖലയിലേക്ക് നീ ഇങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പോസിറ്റീവായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് മലപ്പുറത്തു നിന്നൊക്കെ വിളിച്ച് എല്ലാവരും പറഞ്ഞു. ഒരുപാട് സപ്പോർട്ട്, എല്ലാവരും കമ്മ്യൂണിറ്റി ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഇവിടെയാണെങ്കിലും എല്ലാ ആളുകളും പൊതുജനങ്ങളും ഇത്രയും ഒരു 4 മാസമായിട്ട് ഞാൻ ഈ പാട്ടുപുരക്കിലെ സ്റ്റാൻഡിൽ നിന്ന് പോകുമ്പോൾ എന്നെ ആരും തിരിച്ചറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ എല്ലാ ദിവസവും അവിടെ വണ്ടി നിർത്തും, അവരോട് വർത്തമാനം പറയും. അവരെന്നോട് ഇങ്ങോട്ടും ചോദിക്കും ഓട്ടോ ഉണ്ടായിരുന്നോ, നേരത്തെ വണ്ടി ഒതുക്കുമോ. അപ്പം നമുക്ക് പൊതുജനങ്ങളുമായിട്ടുള്ളൊരു കൂടുതൽ നമ്മൾ അവരോട് മിങ്കിൾ ചെയ്യും, അവർ നമ്മളോട് ആകുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം, ഒറ്റപ്പെടൽ അങ്ങോട്ട് മാറുന്നുണ്ട്.
എങ്ങനെയായിരുന്നു ഈ ഒരു ഐഡൻറ്റിറ്റിയിലേക്കുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്? എന്തെല്ലാം പ്രതിസന്ധികളാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായിട്ടുള്ളത്? പ്രതിസന്ധികൾ ഒരുപാടുണ്ടായി ഈ ഒരു ലൈഫിൽ ഞാൻ വന്നേ. പിന്നെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു പോലീസ് കേസുമായിട്ടൊന്നും സ്റ്റേഷനിൽ പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ലൈഫിലേക്ക് വന്നപ്പോൾ പോലീസും അല്ലെങ്കിൽ ഒരേ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു ഉദ്യോഗസ്ഥർ നമ്മളോട് പെരുമാറുന്ന മോശം അവസ്ഥകളിൽ തിരിച്ച് പ്രതികരിക്കുകയും, ഞാൻ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര പാവമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ ഈ ഒരു ലൈഫ് ജീവിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ പാവമായിട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നമ്മൾ പറയേണ്ടത് പറയണം, ചോദിക്കേണ്ടത് ചോദിക്കണം എന്ന് തന്നെ. ആദ്യകാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പോലീസ് വണ്ടി ഇങ്ങനെ അടുത്തേക്കൂടെ പോകണം കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ചെറുപ്പകാലത്തായാലും വീട്ടിൽ അച്ചായി ഇങ്ങനെ ഭയങ്കര പ്രശ്നവും കള്ളുടിയും വഴക്കൊക്കെ ആയിരുന്ന സമയത്ത് അമ്മയുടെ വീട്ടുകാർ കംപ്ലൈൻറ്റ് കൊടുക്കും, അച്ഛനെ പിടിക്കാൻ വരുന്ന പോലീസിനൊക്കെയായിരുന്നു ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില അനാസ്ഥകളും നമ്മളെ അവഗണിക്കുന്നു, നമ്മളൊരു മനുഷ്യനായിട്ട് പോലും കാണാൻ തയ്യാറാകാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ഭയങ്കരമായ രീതിയിൽ പ്രതികരിക്കുകയും കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും 2 തവണ ആത്മഹത്യയിൽ കയറുകയും എല്ലാം ഞാൻ സ്വയം എൻ്റെ മനസ്സിൽ ഈ അവഗണനകൾ കൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്ര ധൈര്യവും തൻ്റെ ഇടം എൻ്റെ ലൈഫിൽ വന്നത്. സുരേഷ് ഗോപിയോടൊപ്പമുള്ള ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ കേൾക്കുന്ന വലിയ സിനിമാ നടന്മാരിൽ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം അങ്ങനെയായിരുന്നു. ആ ഒരു വ്യക്തിയോട് അത്രയും അടുത്ത് ഇടപഴകാനും ആ ഒരു വ്യക്തി ഞങ്ങളെത്രമാത്രം ചേർത്ത് നിർത്താൻ കാണിക്കുന്ന ഒരു മനസ്സ് ഒരുപാട് സന്തോഷമാണ് അതിനകത്ത്. എന്ന് വെച്ചാൽ ഞാനൊക്കെ സർജറി ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പലരും കയ്യിൽ നിന്ന് കടമൊക്കെ വാങ്ങിയിട്ടായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി സാറിനെ പോലെയുള്ളൊരു വ്യക്തി, എനിക്ക് അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 1-നാണ് പുള്ളി ഇവിടെ എറണാകുളത്ത് ഒരു പരിപാടിയായിട്ട് വന്നത്, പ്രതീക്ഷ ഫൗണ്ടേഷൻ്റെ. അതൊരു ഉത്തം കുമാർ എന്ന് പറഞ്ഞ ഉത്തംജിയാണ് ആ ഒരു പരിപാടി ഞങ്ങൾക്ക് വേണ്ടി ഇത് പ്രതീക്ഷ ഫൗണ്ടേഷൻ മുമ്പേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അപ്പം ഇങ്ങനെ പറഞ്ഞു, ഇത് വന്നു, അങ്ങനെ 2 മീറ്റിങ്ങൊക്കെ പോയി. അപ്പോൾ അതിനൊരു കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഞാൻ വന്നു. ആ സമയത്ത് ഞാൻ UDF-ൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് പുള്ളി ഇങ്ങനെ വന്ന സമയത്ത് വന്നു. അപ്പോൾ പുള്ളിക്ക് കുറേ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അതിന് ശേഷം എനിക്ക് വലിയൊരു ആഗ്രഹം പുള്ളിനെ ഒന്ന് ഹഗ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അവിടെ കോർഡിനേറ്ററായിട്ടുണ്ടായിരുന്ന ആളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ വളരെയധികം സന്തോഷത്തോടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അത് നിലവിൽ ദുബായിലും അതുപോലെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ അത് ടിക്ടോക്കായിട്ട് വന്നു, ഭയങ്കര വൈറൽ വീഡിയോ ആയി അവിടെ നിന്ന് കണ്ട്. അതൊക്കെ അയച്ച് ഭയങ്കര സന്തോഷമാണ്. വെച്ചാൽ പുള്ളിയുടെ കൂടെ ഒരുപാട് അടുത്ത് ഇടപഴകാൻ പറ്റി. ആ ഒരു ഇടപഴകലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേർത്ത് നിർത്തലും കാരണം ഇപ്പം എനിക്ക് സാധിച്ചില്ലെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് പേർക്ക് അതൊരു ഗുണം ചെയ്തു. പുള്ളിയുടെ ഒരു നല്ല മനസ്സ് അതെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു MLA വിചാരിച്ച വേണമെങ്കിൽ 2 പേർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് സർജറി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മന്ത്രി വിചാരിച്ച 3 പേർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു MP. ഇതൊന്നുമില്ലാതെ ഇത്രയും ആളുകളും നമ്മൾ ഇത്രയും ന്യൂനപക്ഷങ്ങളാണെന്ന് ഉണ്ടായിട്ട് പോലും ഒരാൾ പോലും മനസ്സ് വെക്കാത്തൊരു കാര്യം പുള്ളി അധ്വാനിച്ചുണ്ടാക്കിയ ഫണ്ടിൽ നിന്നും ആദ്യം ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപയാണ് ഒരാളുടെ സർജറിക്ക് ഏകദേശം വരുന്നത്. പക്ഷേ പുള്ളി അമൃത ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചപ്പോൾ അത് ഒരു 1.20 ആക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 12 ലക്ഷം രൂപ തന്നു. അതിനുശേഷം പുള്ളി അടുത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ പുള്ളി പറഞ്ഞു വീണ്ടും ഒരു 12 ലക്ഷം രൂപയും കൂടി തരാമെന്ന്. അപ്പം അത്രയും പേരുടെ ഒരു സ്വപ്നം പുള്ളി ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഇപ്പോൾ പലരും ചോദിക്കും കമ്മ്യൂണിറ്റി അവർ തെരുവിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവർ സെക്സ് വർക്കേഴ്സ് അല്ലേന്ന്. പക്ഷേ അവരുടെ സാഹചര്യങ്ങളോ ആരെയും അവർ ചേർത്ത് നിർത്താൻ തയ്യാറാകുന്നില്ല. എല്ലാവരും കുറ്റം പറയും. പക്ഷേ ആ സ്ഥാനത്ത് ഇത്രയും ഫെയിമായി നിൽക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ന്യൂനപക്ഷങ്ങളായ ഇപ്പോൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് പറയാൻ സമയത്ത് വോട്ടിന് ഈ പറയുന്നത് ഞങ്ങളുടെ വോട്ട് എന്ന് പറയാൻ വേണ്ടി നിസ്സാര വോട്ടുകളുള്ളൂ. അതൊന്നുമല്ല, പുള്ളിയുടെ നല്ലൊരു മനസ്സ് അതിൽ എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ലാത്തൊരു സന്തോഷവും. ആ സമയത്ത് പിന്നെ ഞാനൊരു UDF-ൻ്റെ പോഷക സംഘടനയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ഞാൻ സുരേഷ് ഗോപിയായിട്ട് BJP നേതാവായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകി എന്നുള്ളൊരു കാരണത്താൽ എനിക്കതൊരു അച്ചടക്ക നടപടി എടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷമെന്ന് പറഞ്ഞു. ഞാൻ ആ പാർട്ടി വിട്ട് വന്ന് BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തു. എന്തായാലും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു പോഷക സംഘടന രൂപീകരിക്കാം എന്ന് സുരേഷ് ഗോപി സാറ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രൂപീകരണം ഉടനെ ഉണ്ടാവും. അതിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തന്നെ ഞാനും വരും. അതുകൊണ്ട് പുള്ളിയെപ്പോലെയുള്ള ആളുകൾ അത്ര ചേർത്ത് നിർത്തുന്ന ഞങ്ങളെ എല്ലാ ഭാഗത്തുനിന്നും മാറ്റി നിർത്തുകയും അകറ്റി നിർത്തുകയും അല്ലെങ്കിൽ ഒരു 100 രൂപ പോലും മനസ്സറിഞ്ഞ് കൊടുക്കാൻ തയ്യാറാകാത്തപ്പോൾ പുള്ളി ആ കാണിച്ചൊരു
ഇതെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ഇപ്പം എൻ്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്നെപ്പോലെ തന്നെ ആഗ്രഹങ്ങളുള്ള കുറേ പേരുടെ സർജറികൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. പുള്ളി ഇപ്പോൾ പറയുന്നത് എന്താ, ആ 12 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണ്ട, അത് നമ്മുടെ സർക്കാരിൽ നിന്ന് റിട്ടേൺ കിട്ടും. അതൊരു വർഷം ചിലപ്പോൾ 1.5 വർഷമൊക്കെ ആവും. കിട്ടുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആ ഫണ്ട് കളക്ട് ചെയ്തിട്ട് അടുത്ത ആൾക്ക് വീണ്ടും സർജറി ചെയ്യാൻ കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആര് നിലവിൽ പറയും? അത് 1-2 ലക്ഷം രൂപയല്ല, ആദ്യം 12, പിന്നെ ഒരു 12 കൂടി നിലവിൽ ഓൾറെഡി. അപ്പോൾ 24 ലക്ഷം രൂപ. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നൊരു മേഖലയാണ് ഒരു കിടപ്പാടം. ഇപ്പം നാളെ ഒരിക്കൽ ഈ കുറേ ആളുകളുടെ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പേർക്ക് 2 സെൻറ്റ് സ്ഥലമെങ്കിലും മേടിച്ച് ആ ഫണ്ടിൽ നിന്ന് പറ്റുവാണെങ്കിൽ, അപ്പം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു വഴി തെളിച്ച് തന്ന ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി സാറ്. എത്ര നന്ദി പറഞ്ഞാലും, എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹവും ഇത്രയും വലിയൊരു നടനും ഇപ്പം ഒരു കേന്ദ്രമന്ത്രി, അത് വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ പുള്ളി തൃശ്ശൂർ മത്സരിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളവിടെ ഇലക്ഷന് വർക്ക് ചെയ്യാനൊക്കെ പോയി, ഇറങ്ങി ഇലക്ഷന് അവിടെ തൃശ്ശൂരൊക്കെ പോയി. അപ്പോൾ എല്ലായിടത്തുനിന്നും പാർട്ടിയിൽ നിന്നായാലും പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ പോയപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ പറയണേ, എനിക്ക് ഇത്ര ഉള്ളായിരുന്നു, ഒരു 10 വോട്ടിനെങ്കിലും ആളൊന്ന് ജയിച്ച് കിട്ടിയാൽ മതി എന്നായിരുന്നു. എന്തായാലും ദൈവസഹായം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജയിക്കാൻ പറ്റി, നല്ല പുരുഷത്തിൽ ജയിക്കാൻ പറ്റി. പുള്ളി അങ്ങനെ സ്ഥാനത്ത് വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് പ്രതീക്ഷകൾ പുള്ളിയിലൂടെ തന്നെയുണ്ട്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇനിയും സഹായങ്ങളുണ്ടാകും. ഇനിയിപ്പോൾ ഉണ്ടായില്ലെങ്കിൽ പോലും നമുക്കൊരു പരാജയ, ഏറ്റവും ന്യൂനപക്ഷങ്ങളായ ഞങ്ങൾ ഇത്ര നല്ല മനസ്സോടെ ചേർത്ത് നിർത്താൻ വേറൊരാൾ മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ സർക്കാർ പദ്ധതികളിലൊക്കെ നമ്മളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആ സമയത്ത് വിശക്കുന്ന ഒരാളെയും വിശന്ന് മരിച്ചതിന് ശേഷം ചോറിൽ കുഴിച്ചിട്ടിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾക്ക് ആവശ്യങ്ങളുള്ളപ്പോൾ അത് നടന്നു പോയെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ദൈവത്തെ പോലെ തന്നെ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സാറ്. അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് ഉത്തം കുമാർ എന്ന് പറയുന്ന ഒരാളാണ്. ഒരുപാട് സന്തോഷം, രണ്ടുപേരോട് ഒരുപാട് നന്ദി. ഓട്ടോ ഓടിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലെല്ലാം പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസ് വുമൺ എന്ന നിലയിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് അല്ലെങ്കിൽ നേരിടാറുള്ളത്? ഇപ്പം നിലവിൽ ഈ 4 മാസമായിട്ടും അങ്ങനെയുള്ള ഒരു മോശം സാഹചര്യങ്ങളും നിലവിൽ ഉണ്ടായിട്ടില്ല. ഞാൻ രാത്രിക്ക് ഇടയ്ക്ക് ഓടിക്കാൻ പോകാറുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കേണ്ട ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി വണ്ടിയായിട്ട് പോയി ജീവിക്കണമെന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ആരും മോശമായ രീതിയിൽ എൻ്റെ അടുത്തായിട്ട് വന്നൊരു പ്രശ്നങ്ങളിലേക്ക് വരല്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത്ര ഇതായിട്ട് മോശമായിട്ട് സംസാരിക്കുക, അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ എവിടെയെങ്കിലും ഒരു ട്രാപ്പ് അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഓൾറെഡി എപ്പോഴും എൻ്റെ കയ്യിൽ പെപ്പർ സ്പ്രേയും കൊണ്ടാണ് നടക്കുന്നത്. അത് നമുക്കൊരു ധൈര്യം, നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും കണ്ണിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. അതെന്തായാലും ഞാൻ പെപ്പർ സ്പ്രേ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. വൈകുന്നേരം പോകുമ്പോൾ എപ്പോഴും ഉണ്ടാവും. വേറെ ചുമ്മാ കാണുന്നവർക്ക് അടിക്കാനല്ല, എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അത് ഒരു മുൻകരുതലായിട്ട് ഞാൻ കരുതിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്കൊക്കെ നല്ല വാർത്തയായതാണ് ഈ മെട്രോയിലൊക്കെ, കൊച്ചി മെട്രോയിലൊക്കെ ട്രാൻസ് വിമണിന് ഇത്ര സംവരണത്തിൽ ജോലി എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പോൾ പക്ഷെ പിന്നീട് അതിന് ശേഷം അവരെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അല്ലെങ്കിൽ ആ ഒരു നിലവിൽ ആ ഫീൽഡിലുള്ള കുറച്ച് ആളുകളെ അറിയാം. അതിൽ ആദ്യ കാലത്ത് ഭയങ്കര വാർത്തകളും ഭയങ്കര പ്രാധാന്യം കൊച്ചി മെട്രോ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് അന്ന് തുടങ്ങിയത്. പിന്നീട് നിലവിൽ വളരെ വേതനം വളരെ കുറവും, നമുക്ക് സാധാരണ ഒരാൾക്ക് ജീവിക്കുന്ന പോലെ ജീവിച്ചു പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന നമുക്ക് അന്ന് 8,000 രൂപയെങ്ങാണ്ട് സാലറി ഉള്ളൂ. പിന്നെ അത് വന്ന് ഇപ്പം കണ്ട് 12-15 ആയിട്ടുണ്ടെന്ന് പറയണു. പക്ഷെ ആ ഒരു സാധനം നല്ല പണിയുമാണ്, അതുപോലെ ഒരു സ്ഥിരം തൊഴിലല്ല, ടെൻഡർ വ്യവസ്ഥയിലായതുകൊണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പം അതൊരു സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു ജോലിയാണ് എങ്കിൽ കുറച്ച് ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടിയാലും പിന്നീട് അങ്ങ് ലൈഫ് ലോങ് സെറ്റ് ആകുമെന്ന് പറയാം. പക്ഷേ ഇത് കുടുംബശ്രീയുടെ കീഴിലായതുകൊണ്ട് നമുക്കതിനകത്ത് ഒരു ബെനിഫിറ്റും ഇല്ല. അതുപോലെ അധികം പണിയാണ്, കമ്മ്യൂണിറ്റിക്ക് പറ്റുന്ന കാലം കൂടുതൽ പണികളാണ്. പിന്നെ അവിടെയുള്ള കുറേ പ്രശ്നങ്ങൾ ആദ്യകാലത്ത് ഒരുപാട് പേര് അനുഭവിച്ച കുറേ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്നുള്ള, അതായത് അവിടുത്തെ തന്നെ ഉള്ള ആളുകളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടതൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ അമ്മ രഞ്ജുമ്മ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ആദ്യം മെട്രോയിലായിരുന്നു. പക്ഷെ അവിടെ തന്നെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അവരെല്ലാവരും ഇറങ്ങിപ്പോകുന്നത്. അതായത് നിന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ നിന്ന് പോകും. നമുക്ക് വേറൊരു തൊഴിലില്ല,
അപ്പോൾ ഇതെന്തായാലും എവിടെ ചെന്നാലും നമുക്ക് പറയാം ഞാൻ മെട്രോയിൽ ജീവനക്കാരിയാണ് എന്ന് പറയാം. പക്ഷെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ മാക്സിമം നോക്കിയപ്പോഴും നമ്മളെ അവിടെ എടുക്കുമെന്നല്ലാതെ നിലനിർത്തണമെന്ന് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥർക്കും താല്പര്യവുമില്ല. പിന്നെ മരിച്ചാലും ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് കരുതി നിൽക്കുന്ന 3-4 പേരെ കണ്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. ഇനി എന്താണ് അടുത്ത ഒരു 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 ആഗ്രഹം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്താണ്? ഇനി ഒരു ലക്ഷ്യം, എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. തൊഴിൽ നമുക്ക് വേണം, അതൊരു വലിയ സ്വപ്നമായിരുന്നു. അത് മറ്റൊരാളുടെ സഹായം കൊണ്ടായാലും ആ ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റി. പക്ഷെ ഇനി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു കുഞ്ഞു വീട്.